Ladies and gentlemen, welcome back to my YouTube channel. ഞാൻ റീസെൻ്റ്ലി ഒരു മൂവി പോയി കണ്ടായിരുന്നു, ദി ഓഡിഷ്യസ്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റഫർ നോളൻ. സോ ഒബ്വിയസ്ലി ക്രിസ്റ്റഫർ നോളൻ ആണ്. സോ നമ്മുടെ പ്രതീക്ഷ എല്ലാം ലൈക്ക് ടോപ്പ് ഹൈലായിരുന്നു. ബട്ട് this time I felt like this is a good movie, a very good movie I can say, but it's not that excellent movie. ഒരു ക്രിസ്റ്റഫർ നോളൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവൽ ഐറ്റം അത് ഇത്തവണ കിട്ടിയിട്ടില്ലായിരുന്നില്ല. സ്റ്റോറി ലൈൻ ഈസ് ഗുഡ്. അവിടെ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എവറിഥിങ് ഈസ് ഗുഡ് ഡെഫിനറ്റ്ലി. ബട്ട് ആ ഒരു നോളൻ മാജിക് ഉണ്ടല്ലോ, അത് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല ഡെഫിനറ്റ്ലി. കാരണം ഇതിനു മുന്നേയുള്ള മൂവീസ് എല്ലാം ലൈക്ക് പ്രസ്റ്റീജ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ, ഇൻസെപ്ഷൻ, ഡാർക്ക് നൈറ്റ്, ഡൺകിർക്ക്, എവറിഥിങ് ഈസ് ലൈക്ക് ടോപ്പ് നോച്ച്. But this time I didn't felt really that impressive. Reasons ഉണ്ട് ഞാൻ പറയാം. But before starting the reason, like ഇത് എൻ്റെ കംപ്ലീറ്റ്ലി ലൈക്ക് സ്ട്രിക്ട്ലി ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ്. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് പോയി കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 5 സ്റ്റാർ കൊടുക്കാം, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് തോന്നാം, ഇഷ്ടപ്പെടാതിരിക്കാം. ദാറ്റ് ഈസ് യുവർ ഒപ്പീനിയൻ. ദിസ് ഈസ് കംപ്ലീറ്റ്ലി മൈ ഒപ്പീനിയൻ. ആൻഡ് ഈ റിവ്യൂ കണ്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുതെന്ന് ഞാൻ പറയില്ല. ഡെഫിനറ്റ്ലി യു മസ്റ്റ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ. അറ്റ്ലീസ്റ്റ് ലൈക്ക് ഇത് തിയേറ്റർ ഡിമാൻഡ് ചെയ്യണ പടം തന്നെയാണ്, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ. ബട്ട് ദർ ഇസ് വൺ തിങ്, ലൈക്ക് ഇത് കംപ്ലീറ്റ്ലി ഷോട്ട് ചെയ്തിരിക്കുന്ന ഐമാക്സ് ആണ്. സോ ഐമാക്സിൽ തന്നെ കാണണം എന്നായിരിക്കും അടിപൊളി. ബട്ട് ഐ റീസെൻ്റ്ലി വെൻ ടു നമ്മുടെ ലുലുവിലാണ്, PVR കൊച്ചി. Audi 6-ലാണ് പോയത്, ഡോൾബി അറ്റ്മോസ് 4K, ആൻഡ് സ്റ്റിൽ ഇറ്റ് വാസ് റിയലി ഗുഡ്. ഐമാക്സിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും അടിപൊളി. ദെൻ വാട്ട് ഐ ക്യാൻ സേ ഇസ് ലൈക്ക് നമുക്ക് ഇതിൻ്റെ കാസ്റ്റിംഗിലേക്ക് വരാം. ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ മാറ്റ് ഡെമൺ, ഒഡീഷ്യസ് ആയിട്ട് അഭിനയിച്ച മാറ്റ് ഡെമൺ, ഹി വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഇതിൽ അടിപൊളിയായിട്ട് ആള് ചെയ്തിട്ടുണ്ടായി. അതേപോലെ തന്നെ പറയേണ്ടതാണ് നമ്മുടെ ടോം ഹോളണ്ടും, പിന്നെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടുള്ള അഭിനയിച്ച റോബർട്ട് പാറ്റിൻസൺ. ദീസ് ത്രീ were absolutely good. But apart from these three extra जो characters ഉണ്ടായിരുന്നത്, I really didn't felt that impressive. അവരുടെ അഭിനയം ആയിക്കോട്ടെ, അവർ ആ ക്യാരക്ടറായിട്ട് അധികം മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. പിന്നെ ഇതിൻ്റെ കുറേ ഫൈറ്റ് സീക്വൻസസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ബട്ട് ഒരുപാട് നമ്മൾ ഹൈ ലെവൽ ഫൈറ്റ് സീക്വൻസസ് കിട്ടും, ഒരു എപ്പിക് സാധനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വി ഷുഡ് നോട്ട് ഗോ, നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആക്കും. ബട്ട് ഒരു നോർമൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫൈറ്റ് സീൻസും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ സെക്കൻഡ് ആക്ടിലും ഉണ്ട്, അതേപോലെ തേർഡ് ആക്ടിലും ഉണ്ട്. ടുവേർഡ്സ് ദി എൻഡുള്ള ഫൈറ്റ് സീൻ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ബട്ട് ദീസ് ഫൈറ്റ് സീൻസ് ആർ ലൈക്ക്, ഈ ഒരു ഫൈറ്റ് സീക്വൻസസും നമ്മൾ സാക്സ് സ്നൈഡറിന് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റൈലി സ്കോട്ടിന് കൊടുത്തിരുന്നെങ്കിൽ, ദേ വുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് മച്ച് 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 ബെറ്റർ. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഡെഫിനറ്റ്ലി ഗുഡ് ടു വാച്ച്. ബട്ട് നമ്മളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു നോളൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് വാസ് ഗുഡ്, ഒരു പേസ് ഉണ്ടായിരുന്നു മൂവിക്ക്. ബട്ട് second half it's made really slow. I don't know why he did this, because ഒരു ഓസ്കാർ കിട്ടണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയാണോ എന്നറിയില്ല. ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് വെരി സ്ലോ. ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഗ്രിപ്പിയായിട്ട് തിയേറ്ററിൽ ഇരിക്കുകയുള്ളൂ. അത്രയും നേരം ഭയങ്കര സ്ലോ പേസിംഗ് ആണ് കഥ പോകുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ബാക്കി ലൈക്ക് ടെക്നിക്കൽ വൈസ് കംപ്ലീറ്റ്ലി ഗുഡ്, ക്യാമറ വർക്ക് ഈസ് കംപ്ലീറ്റ്ലി ഗുഡ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ലെവൽ ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെയർ നമ്മൾ ഇപ്പോൾ പോയിട്ടൊരു ഇൻഡസ്ട്രിയൽ ലെവൽ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ലെവലിൽ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ടൈപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവണം എന്നതില്ല. കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ട്രെയിലറിൽ നമ്മൾ എന്ത് കേൾക്കുന്നോ ആ സെയിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ത്രൂ ഔട്ട് ദ മൂവി. ബട്ട് നമ്മളെ ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ബീജമായിട്ട് എനിക്ക് തോന്നിയില്ല. സെക്കൻഡ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തന്നെ വെച്ചാൽ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മൂവി നമ്മൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ലൈക്ക്
ഹാഫ് ആൻ അവർ നമ്മൾ കഴിയുമ്പോൾ നമ്മൾ തോന്നും ഓക്കെ 1 അവർ കഴിയുമ്പോഴേക്കും നമ്മൾ ആ കാര്യങ്ങളെല്ലാം വിട്ട് കളയും. നമുക്ക് ആ ഒരു മൂവിയുടെ ഒരു ഫീൽ ഗുഡ് കിട്ടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒബ്സഷൻ എന്ന് പറഞ്ഞ മൂവി, അത് നമ്മൾ വീട്ടിൽ വന്നാലും മൂവി കണ്ട് ഇറങ്ങി വീട്ടിൽ വന്നാലും വി വിൽ ബി തിങ്കിങ് അബൌട്ട് ദാറ്റ്. നമുക്കൊരു ഒരു ഒരു ഫീല് കിട്ടും ആ ഒരു മൂവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ. ബട്ട് ദിസ് ഐ റിയലി ഡിഡ്ന്റ് ഫെൽറ്റ് എനിത്തിങ്. ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഒരു നോളൻ്റെ ആ ഒരു ക്യാമറ വർക്കും കാര്യങ്ങളും ആ ഒരു ഡയറക്ഷൻ നമുക്ക് ഇത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ഐ വുഡ് ഗിവ് ഇൻ എ 3.5 ഔട്ട് ഓഫ് 5. ആൻഡ് നോളൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് മൂവി. ഇറ്റ്സ് നോട്ട് ആൻ എക്സെപ്ഷണൽ ഓർ എക്സലൻറ്റ് മൂവി. സോ നിങ്ങൾക്കത് പോയി കാണണമെങ്കിൽ കാണാം. ആൻഡ് ഞാനിപ്പോൾ കണ്ടത് ലുലുവിലാണ്. ഐ മീൻ ലൈക്ക് നിങ്ങളൊരു 4K ഡോൾബി അറ്റ്മോസിൽ പോയി കാണുകയാണെങ്കിൽ എനിക്ക് അത്രയും കുറച്ചുകൂടെ നല്ലത്. ഒരു നോർമൽ ഒരു 4K അല്ലെങ്കിൽ അറ്റ്മോസ് അല്ലാത്ത 7.1 പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഫീൽ ദാറ്റ് മച്ച് ഗുഡ് ഓൾസോ. സോ ഇതും പറഞ്ഞ് നമ്മൾ നെക്സ്റ്റ് റിവ്യൂവിൽ വരുന്നുണ്ട്. സൂൺ വി വിൽ ബി കമ്മിങ് ബാക്ക്. അതുവരെ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ആൻഡ് മോർ അപ്കമ്മിങ് ന്യൂസ് ഈ ചാനലിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൂവീസ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ടെക് റിലേറ്റഡ് എവറിത്തിങ് വി വിൽ ബി ആഡിങ് സൂൺ ടു ദിസ് ചാനൽ. സോ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക് യു.